വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോസ്തു വേദനിധയേ വാസിഷ്ഠായ നമോ നമ. നമസ്കാരം. ഇന്ന് വ്യാസപൂർണിമ. സനാതന ധർമ്മത്തിൻ്റെ പ്രധാന ശാസ്ത്രശാഖകളെല്ലാം ഇന്നത്തെ രൂപത്തിൽ നമുക്ക് ലഭ്യമാക്കിയ ആചാര്യനാണ് വേദവ്യാസ മഹർഷി. മിഥുന മാസത്തിലത്തെ പൗർണമി ദിവസമാണ് വ്യാസപൂർണിമ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജയന്തി ഗുരുവിന് പ്രാധാന്യമുള്ള ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ പരാശര മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ചിട്ടുള്ള ഒരു സന്തതിയാണ് വ്യാസൻ. അപ്പോൾ ഒരു മുക്കുവ സ്ത്രീ ആയിരുന്നു വാസ്തവത്തിൽ ഈ സത്യവതി. അച്ഛൻ മുതൽക്കൊണ്ട് ചെയ്തു വരുന്ന ഈ തോണിയിൽ ആളുകളെ കടത്തുക എന്ന ഒരു പ്രവൃത്തിയാണ് സത്യവതിയും സത്യവതിയുടെ അച്ഛനും ചെയ്തിരുന്നത്. പരാശര മഹർഷിക്ക് ഈ നദി കടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ മകളായ സത്യവതിയെ ആ പ്രവൃത്തി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഭക്ഷണം കഴിക്കുക എന്തോ ആയിരുന്നു അച്ഛൻ, അതുകൊണ്ട് നീ കടത്ത് എന്ന് പറഞ്ഞ് പരാശര മഹർഷിയെ കടത്തിയതായിട്ടുള്ള സമയത്ത് ആ മുഹൂർത്തത്തിൽ തോണിയിൽ വെച്ച് ഈ സത്യവതി പരാശരനിൽ നിന്ന് ഗർഭിണിയാവാൻ കാരണമാവും. ഇപ്പം പരാശരനെ പോലെയുള്ള ഒരു മുനി എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഏർപ്പെടുക? പകൽ സമയത്ത് സ്ത്രീസംഗം വർജ്യമാണ് എന്നിരിക്കെ തോണിയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് എങ്ങനെയെന്ന് സംശയം സ്വാഭാവികമാണ്. ഇപ്പം പരാശര മഹർഷി ത്രികാലജ്ഞാനിയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളും ആയതുകൊണ്ട് ആ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഒരു ജനനം നടന്നാൽ ആ സന്തതി ലോകോപകാരപ്രദമാവും എന്ന് കണ്ടതുകൊണ്ടാണ് ആ സമയം നഷ്ടപ്പെടുത്താതെ അതിന് ഉപയോഗിച്ചത്. കേവലം ഒരു ആ സ്ത്രീജന ആസക്തി കൊണ്ടല്ല അദ്ദേഹം അത് ചെയ്തത് എന്നർത്ഥം. അത് ശരിയായ വിധത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ സത്യവതി ഗർഭിണിയായി കൃഷ്ണദ്വൈപായനൻ എന്ന ഒരു ശിശുവാണ് പേരിട്ട് വളർത്തിയത്. കറുത്ത നിറമായതുകൊണ്ട് കൃഷ്ണൻ എന്നും ദ്വീപിൽ വളർന്നതുകൊണ്ട് ദൈവായനൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ടായി. അപ്പം അദ്ദേഹമാണ് കലിയുഗം വരികയാണ് എന്ന് കണ്ട് ലോകം പൊതുവെ അധപ്പതിക്കാൻ പോവുകയാണ്, അപ്പം ഇതിനൊരു പരിഹാരം കാണണം എന്ന് കരുതി വേദസംഹിതയെ രചിച്ചു. ഒന്നായിരിക്കുന്ന വേദസംഹിതയെ 4 ആക്കിയിട്ട് ഭാഗിച്ചു. ഋക്ക്, യജുസ്, അഥർവം, സാമം. ഋക്കൊക്കെ ജ്ഞാനയോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സാമം കുറച്ച് സംഗീതാത്മകമാണ്. യജുസ് കർമ്മപ്രധാനമാണ്. അഥർവവേദം എന്ന് പറയുമ്പോൾ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയെ മലിനമാക്കരുത് എന്ന തത്വത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ്. ചിലർ മന്ത്രവാദമാണ്, ദുർമന്ത്രവാദമാണ് എന്ന് പറയും. അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പ്രകൃതി സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ അഥർവവേദത്തിൻ്റെ ആ ഒരു പ്രമേയം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആയുർവേദം, ധനുർവേദം, ഗാന്ധർമ്മ, സ്ഥാപത്യം എന്നീ 4 ഉപവേദങ്ങളും ശിക്ഷ, കൽപ്പം, നിരുത്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം എന്നീ 6 ശാസ്ത്രങ്ങളും, അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഇതിഹാസം, പുരാണം എന്നീ ശാഖകളും കൂടി 4, 8, 4, 12, പിന്നെ 6. ശാസ്ത്രം 6ആണ്, ബാക്കിയൊക്കെ 4ആണ്. വേദം, ഉപവേദം, ബാക്കി 4 ശാസ്ത്രം, അർത്ഥശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഇതിഹാസം, പുരാണം, ഇതൊക്കെ 4ആണ്. അപ്പം 3, 4, 12, 6 ശാസ്ത്രവും കൂടി 18 ശാഖകൾ. ഇതിൻ്റെ പ്രതീകമായിട്ടാണ് 18ാം പടി എന്ന് ചിലർ പറയുന്നു. എന്തായാലും 18 എന്ന സംഖ്യയ്ക്ക് കുറച്ച് സ്ഥാനം
നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. 18 അധ്യായം ഗീതയിൽ, 18,000 ശ്ലോകം ഭാഗവതത്തിൽ, 18 പർവ്വങ്ങൾ ഭാഗവതത്തിൽ ഒക്കെ 18 കാണുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് ഈ സത്യവതിയെ ശന്തനു മഹാരാജാവ് വിവാഹം കഴിക്കുകയാണ്. കഥ അങ്ങനെ പോണു. അപ്പം അതിൽ ഭീഷ്മർ പോയിട്ട് സത്യവതിയോട്, മുക്കുവനോടും സത്യവതിയുടെ അച്ഛനോടും പറഞ്ഞ് ഈ വിവാഹം സന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയാണ് സത്യവതിയുടെ അച്ഛൻ. അതിലുണ്ടാകുന്ന സന്തതി രാജ്യാധികാരം വേണം. അപ്പോൾ അതിന് ഭീഷ്മരുള്ളപ്പോൾ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് മുക്കുവൻ ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രതിജ്ഞ ചെയ്യണു. അതാണ് ഭീഷ്മ പ്രതിജ്ഞ. ഞാൻ വിവാഹമേ കഴിക്കില്ല, നല്ല സന്തതി ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും സന്തതി ഉണ്ടായാലോ വിവാഹം കഴിക്കാതെ ഞാൻ ബ്രഹ്മചര്യവും പാലിക്കാം. രാജ്യാധികാരം ഒരു കാരണവശാലും ഞാൻ ഏൽക്കുകയും ഇല്ല. ഈ 3 പ്രതിജ്ഞയാണ് പ്രധാനമായിട്ട് ഭീഷ്മർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഗംഗാദത്തൻ ഭീഷ്മരായത്. അങ്ങനെ ഗംഗയിലേക്ക് എല്ലാ കുട്ടികളെയും എറിഞ്ഞ് അവസാനം ബാക്കിയായിട്ടുള്ളതാണ് ഗംഗാദത്തൻ. അതാണ് ഭീഷ്മർ. തനിക്ക് ഒന്നും അനിഷ്ടം പറയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഗംഗ ശന്തനുവിനെ സ്വീകരിച്ചത്. എല്ലാ കുട്ടികളെയും ഗംഗയിൽ എറിഞ്ഞപ്പോൾ അവസാനത്തെ കുട്ടി എനിക്ക് അത് വളർത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് ഗംഗ അതോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയാണ് സത്യവതിയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ അതിനുശേഷം ചിത്രാംഗതനും വിചിത്രകീര്യനും അംബാലിക ഇവരെ വിവാഹം കഴിച്ചു. അംബ വിവാഹം കഴിക്കാതിരിക്കുകയാണ് സാല്വനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഭീഷ്മർ 3 ആളെ പിടിച്ചു കൊണ്ടുവന്നു. ഒരാൾ പിടിച്ചു കൊണ്ടുവന്നത് കൊണ്ട് സാല്വൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. സാല്വനെ ഇഷ്ടമായതുകൊണ്ട് ഞാനും സ്വീകരിക്കില്ല എന്ന് ഇവിടെ ശന്തനുവും പറഞ്ഞു. ചുരുക്കത്തിലൊരു രക്ഷയില്ലാത്ത അവസ്ഥയായി. അങ്ങനെ അംബ തപസ്സിയായിട്ട് മാറി എന്നാണ് പറയണത്. അംബാലികയും അതുപോലെ തന്നെ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ ഇവർ വിവാഹം കഴിച്ച് അവർ 2 കൂട്ടരും മരിച്ചു. ഒരാൾ വധിക്കപ്പെട്ടു, ഒരാൾ മരിച്ചു. അപ്പോൾ അവർ വിധവകളായി. അംബാലിക അംബിക അംബാലിക അവർ വിധവകളായി. അംബ തപസ്സിയായിട്ട് പോയല്ലോ. അംബികയിലുണ്ടായതാണ് ധൃതരാഷ്ട്ര. കാരണം വ്യാസനാണ് ഇവരെ ജനിപ്പിച്ചത്. അപ്പോൾ വ്യാസൻ ജനിപ്പിച്ചത് കൊണ്ട് വ്യാസനെ കണ്ടപ്പോൾ കണ്ണടച്ചു അംബിക. അതുകൊണ്ടാണ് അന്ധനായിട്ട് ധൃതരാഷ്ട്ര ജനിച്ചത്. ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. സൗബലി എന്ന് പറഞ്ഞിട്ടും ഒരു പത്നി ഉണ്ടായിരുന്നു. അംബാലികയെ പാണ്ഡു, ആ പാണ്ഡുവിൻ്റെ പത്നിമാരാണ് കുന്തി, മാധവി എന്നങ്ങനെ കഥ അങ്ങനെ പോകുന്നു. എന്തായാലും ആ വ്യാസൻ ആണ് വംശനാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രയും പാണ്ഡുവിനെയും ജനിപ്പിച്ചത്. അത്രമാത്രമേ ഇപ്പോൾ വ്യാസനുമായിട്ട് ബന്ധപ്പെട്ട കഥയുള്ളൂ. മറ്റത് വേറെ കഥകൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ വ്യാസനാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ പുരാണങ്ങൾ ചിട്ടപ്പെടുത്തി ഇത്തരത്തിലുള്ള നമ്മുടെ സനാതനധർമ്മ സംഹിതകൾ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ പരമാചാര്യനായിട്ട് വ്യാസനെ കണക്കാക്കപ്പെടുന്നു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും എല്ലാവർക്കും പാലിക്കാവുന്ന ധർമ്മം എന്നാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാണോ എന്ന് ചിലർക്കൊരു സംശയം. എന്തുകൊണ്ടല്ല, തീർച്ചയായിട്ടും സനാതനധർമ്മത്തിൻ്റെ വക്താവാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ധർമ്മമല്ല. മാനവരാശിക്ക് എവിടെയും എപ്പോഴും എന്നും ഏവർക്കും സ്വീകാര്യമായ ധർമ്മത്തിനെയാണ് സനാതനധർമ്മം എന്ന് പറയുക. അതൊരു മതവിഭാഗത്തിൻ്റേതല്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു മതത്തിനെ താങ്ങിയിട്ടില്ല. ഒരു മതം നല്ലത് എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം മതവിശ്വാസിയേ അല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഏത് മതവും ഒരേപോലെ കാണണം എന്നാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ വക്താവ് തന്നെയാണ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസമല്ല ഇതൊന്നും. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റണത്. അപ്പോൾ ആയുർവേദം വേദത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഈ ക്രിസ്ത്യൻസ് സ്വീകരിക്കണില്ലേ? ആയുർവേദം നോക്കണുണ്ടല്ലോ. മുസ്ലിങ്ങൾ ആയുർവേദം മരുന്ന് കഴിക്കണില്ലേ? ജ്യോതിഷം ഇവരൊക്കെ നോക്കുന്നില്ലേ? അപ്പം നമ്മുടെ ഈ ഒരു വാസ്തു എല്ലാവരും നോക്കുന്നില്ലേ? നമ്മുടെ ശാസ്ത്രശാഖയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽപ്പെട്ട ഒരു ധർമ്മശാസ്ത്രങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിനല്ല എന്നുള്ളതാണ് വ്യാസൻ്റെ സനാതനധർമ്മ സംഹിതകളുടെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഗുരു എന്ന് പറഞ്ഞാലും ഗുരുത്വം എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ള അറിവും ഉണ്ടോ എന്നത് സംശയമാണ്. പണ്ടത് വളരെ പ്രധാനമാണ്.
ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നവൻ. അപ്പോൾ പരമാചാര്യനായിട്ട് വ്യാസനെ കണക്കാക്കപ്പെടുന്നു. വിദ്യാരംഭത്തിന് നമ്മൾ അദ്ദേഹത്തെ സ്മരിച്ചിട്ടാണ് വിദ്യാരംഭം തുടങ്ങേണ്ടത്. വ്യാസരൂപായ വിഷ്ണവേ നമോസ്തു വേദനിതയെ വാസിഷ്ഠായ നമോ നമ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകന്മഷം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം. വേദവ്യസിതനാഥായ പരാശരസുതായ ച സുഖായ ആനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമ. ഇതൊക്കെയും വ്യാസനെക്കുറിച്ച് നമ്മൾ ചെല്ലേണ്ടതാണ്. ദിവസവും നമ്മുടെ പ്രാർത്ഥനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെ നശിപ്പിക്കുന്ന ആളാണ് ഗുരു അല്ലെങ്കിൽ ഗുരുനാഥൻ. ആ ഗുരുവിൻ്റെ പരമാചാര്യൻ എന്ന സ്ഥാനമാണ് വ്യാസന് ഉള്ളത്. യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഗുരു എന്നുള്ളതിന് കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഒരു ഇതുണ്ട്, അതായത് ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളെ അക്ഷരം പഠിപ്പിച്ച ആദ്യത്തെ നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയാണ് ഗുരു. അച്ഛന് ഗുരുസ്ഥാനം, അമ്മയ്ക്ക് ഗുരുസ്ഥാനം, രണ്ടിനും തുല്യ സ്ഥാനമാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. ദശരഥനെ എത്രമാത്രം കാര്യമായിട്ടാണ് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും കാണിച്ചത് എന്ന് രാമായണ കഥയെ കൂടെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അച്ഛൻ്റെ സത്യത്തെ പാലിക്കാനാണ് രാജ്യത്തെ പോലും ഉപേക്ഷിച്ചത്. അപ്പോൾ അമ്മയും അച്ഛനും ആയ തുല്യസ്ഥാനം നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആ ഒരു കാഴ്ചപ്പാട് വളരെ ആവശ്യമാണ്. ആദ്യത്തെ ഗുരു അവരാണ്. അക്ഷരം പഠിപ്പിച്ച ഗുരുവാണ് അടുത്ത ഗുരുനാഥൻ. കൈ പിടിച്ച് ഒരു കുരുന്നിനെ അക്ഷരലോകത്തേക്ക് കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരവും ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവർക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത്. UGC ഒന്നുമല്ല. പ്രൊഫസർമാരവർ പറഞ്ഞത് പഠിച്ചു സ്റ്റേജിൽ ചെല്ലി പോണു, പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഒരു കുട്ടിയെ ഇത്രമാത്രം അക്ഷരം എഴുതി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കൃത്യം തന്നെയാണ്. അപ്പോൾ അവരാണ് നമ്മുടെ അടുത്ത ഗുരുനാഥൻ. അക്ഷരം എഴുതി ആ ഈ എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ തീർച്ചയായിട്ടും ഗുരുസ്ഥാനത്ത് കാണേണ്ടവരാണ്. ഇനി ഇതിന് കൂടാതെ നമ്മുടെ വയസ്സിന് മേപ്പെട്ടുള്ള എല്ലാവരും, അമ്മാവനാവാം മറ്റുള്ളവരാവാം അപ്പോൾ ആ ഒരു സംസ്കാരം നമ്മൾ വളരെയധികം വളർത്തേണ്ടതാണ്. അപ്പോൾ ചിലരെന്നെ പറയുന്നു, എന്തിനാണ് കുട്ടികൾ ബസ്സിൽ കയറിയ വലിയ ആൾക്കാരെ സീറ്റ് കൊടുക്കണത്? അവർ ഗവൺമെൻറ് നിശ്ചയിച്ച പൈസയാണല്ലോ കൊടുക്കുന്നത്, നമ്മളും ഗവൺമെൻറ് നിശ്ചയിച്ച പൈസയാണ് യാത്രക്കാർ കൊടുക്കുന്നത്, നമ്മളെന്തുകൊണ്ടാണ് പിന്നിൽ? ഈ ബസ്സുകാർക്ക് കൊടുക്കുന്ന പൈസയല്ല ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം. അവിടെ തെറ്റി. പ്രായത്തിന് മുകളിലുള്ള ഒരാൾ നീട്ട് നിൽക്കുക ബസ്സിൽ കമ്പി പിടിച്ച് തൂങ്ങി ബുദ്ധിമുട്ടുമ്പോൾ അവരെ ഒന്ന് ബഹുമാനിക്കുക, സഹായിക്കുക എന്ന ആശയമാണ് ഈ നീട്ട് കൊടുക്കലിലുള്ളത് എന്ന് എത്ര കുട്ടികൾക്ക് അറിയാം? പലർക്കും അതറിയില്ല. ബസ്സുകാരെയല്ല നമ്മൾ സത്യത്തിൽ അവിടെ അനുസരിക്കുന്നതും ബഹുമാനിക്കുന്നതും. അവിടെ കുട്ടികളെ ശരിക്കും അത് മനസ്സിലാക്കണം. നമ്മൾ പ്രായമുള്ള ഒരാളെയാണ് ബഹുമാനിക്കുന്നത്. അവർ നിൽക്കുക എന്ന് പറയുന്നത് എത്രയിലും കഷ്ടമാണ്. ചെറുപ്പക്കാർക്ക് അതിനേക്കാൾ ആരോഗ്യമുണ്ട്. അപ്പോൾ ആരാണ് നിൽക്കേണ്ടത്? ചെറുപ്പക്കാർ നിൽക്കണം, അല്ലെങ്കിൽ കുട്ടികൾ നിൽക്കണം. ഇത് നമ്മൾ ഗുരുപരമ്പര എന്നുള്ള രീതിയിൽ ബഹുമാനിക്കേണ്ടതിൻ്റെ ഒരു ഭാഗമാണ്. ഏതൊരു പ്രായമുള്ള ആളെയും കണ്ടാൽ ഒന്ന് ബഹുമാനിക്കുക, ഒന്ന് കൈ പിടിച്ച് അദ്ദേഹത്തെ റോഡൊന്ന് ക്രോസ് ചെയ്യിക്കുക. ഇതൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു അബദ്ധവും ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു തേയ്മാനവും സംഭവിക്കില്ല, ഒരു അധ്വാനവും ചിലവും ഇല്ല. അപ്പോൾ സർവ്വതാ അവർ ബഹുമാന്യരാണ് എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടും കൂടി ഈ ഗുരു എന്ന കാര്യത്തിൽ ഉണ്ട്. കുചേലൻ്റെ ആ ഗുരുകുലവാസം ഭഗവാനടക്കം പറയണത് എന്താ വെച്ചാൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിങ്ങനെ കഴിയണത്. സുധാമാവേ ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. തൻ്റെ അസ്ത്രവിദ്യ പഠിച്ചതിന് ഏകലവ്യൻ ഗുരു ചോദിച്ചതനുസരിച്ച് വിരൽ മുറിച്ച് കൊടുത്ത കഥ നമുക്കറിയാം. പഠിച്ച വിദ്യ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഗുരുദക്ഷിണ ചോദിക്കാമോ എന്നാണ് പെട്ടെന്ന് നമ്മുടെ ചിന്ത പോവുക. പക്ഷേ ഏകലവ്യൻ ആ വിരൽ മുറിച്ച് കൊടുത്തതിൽ കൂടെ ശാശ്വതമായിട്ടുള്ള കീർത്തി നേടിയത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ഈ വിരലുപയോഗിച്ച് അദ്ദേഹം അസ്ത്രവിദ്യ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഏകലവ്യൻ്റെ പേര് പോലും നമ്മൾ കേൾക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം ശാശ്വതമായിട്ടുള്ള കീർത്തി ആ ചരിത്രത്തിൽ നേടി, ഗുരുത്വം. അപ്പോൾ അതാണ് ഗുരുവിനെ അനുസരിക്കുക, ഗുരുദക്ഷിണ നൽകുക മുതലായിട്ടുള്ള കാര്യങ്ങളുടെ പ്രസക്തി എന്നും കൂടി ഈ ഗുരു എന്ന ആശയത്തെ നമ്മൾ ഗുരു പൂർണിമ ദിവസം ചിന്തിക്കേണ്ടതാണ്. വ്യാസൻ എന്ന ഒരൊറ്റ ആശയം മാത്രം അല്ല. പഠിപ്പിച്ച അധ്യാപകൻ,
പിന്നെ ഇതിനേക്കാളൊക്കെ മീതെ നമുക്ക് ആത്മവിദ്യയിലേക്ക് നയിക്കുന്ന ഗുരുനാഥൻ, രണ്ടക്ഷര ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഈ മായയിൽ നിന്ന് കയറ്റുന്ന ഗുരുനാഥനാണ് യഥാർത്ഥ ഗുരുനാഥൻ. അച്ഛൻ അമ്മ അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥൻ, ആത്മവിദ്യ പഠിപ്പിച്ചിട്ടുള്ളവർ, പിന്നെ വയസ്സിന് മേപ്പെട്ടുള്ളവരൊക്കെയും. രണ്ടക്ഷര ഈശ്വരനെ പറ്റി പറഞ്ഞു തരുന്ന ഗുരുനാഥൻ തീർച്ചയായിട്ടും പൂജ്യനാണ്, വന്ദ്യനാണ്. ഈ ലോകത്തിൽ സംസാരത്തിൽ നിന്ന് കയറ്റാൻ അങ്ങനത്തെ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ, സമർത്ഥനായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രം. ഇനി ഗുരുവിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആ ഗുരുത്വ സംസ്കാരം ഓർമ്മിക്കാനാണ് സത്യത്തിൽ നമ്മൾ വ്യാസ പൂർണിമ ആചരിക്കുന്നതും ഓർമ്മിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ ഗുരുത്വം എന്ന ആശയം ഉൾക്കൊണ്ട് ചെറു തലമുറ നല്ലപോലെ ഗുരുത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വയസ്സിന് മേപ്പെട്ടുള്ളവരെയും അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥന്മാരെയും അച്ഛനമ്മമാരെയും ബഹുമാനിച്ചുകൊണ്ട് നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ചെറിയ തലമുറ അത് മനസ്സിലാക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്താം. നമസ്കാരം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോസ്തു വേദനിധയേ വാസിഷ്ഠായ നമോ നമഃ.